മുഖ്യമന്ത്രിയുടെ കൂടെ അതിനകത്ത് ഇടപെടലുണ്ട്. നമ്മുടെ ഈ ഫോർട്ട് കൊച്ചി വൈപ്പിനിലേക്ക് ഒരു കടലിൻ്റെ അടിയിൽ ഒരു തുരങ്കപാത. അപ്പോൾ ജനങ്ങൾ എപ്പോഴും അവരുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ സമീപിക്കാറുണ്ട്. നമുക്ക് അത് ഇടപെട്ട് കൊടുക്കാനും കഴിയുന്നുണ്ട്. അപ്പോൾ ജനങ്ങളോടൊരു ബന്ധമുണ്ട്. ഇപ്പോൾ പണ്ടൊരു കുമ്പളെങ്കിൽ ഒരു പാലം നാഷണൽ ഹൈവേയിലേക്ക് ഒരു പാലം പണി നടന്നുകൊണ്ടിരിക്കുന്നു. 2 വിദ്യാലയങ്ങൾ കിപ്പി കൊണ്ട് ഉപയോഗിച്ച് ഇന്റർനാഷണൽ ലെവലിലേക്ക് പണിതു. ഒരു UP സ്കൂള് ഇന്റർനാഷണൽ ലെവലിലേക്ക് അത് ഒരു കിപ്പി കൊണ്ട് ഉപയോഗിച്ച് പണിതു. നമുക്ക് ഇനിയിപ്പോൾ തുടർച്ചയിലേക്ക് പോകുമ്പോൾ പാതി വഴിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇനിയും പൂർത്തീകരിക്കാൻ പറ്റാത്ത അങ്ങനെ എന്തെങ്കിലും പദ്ധതികളുണ്ടോ? സഖാവ് മാക്സി, കൊച്ചിയുടെ മാക്സി നമ്മോടൊപ്പം ചേരുകയാണ്. സഖാവ് എങ്ങനെയുണ്ട്? അവസാനഘട്ട പ്രചരണത്തിലേക്ക് അടുത്തു എന്ന് പറയാം. എങ്ങനെയുണ്ട് ഒരു പൾസൊക്കെ? തെരഞ്ഞെടുപ്പ് പ്രചരണം കൊച്ചിയിൽ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നമ്മൾ മുൻപന്തിയിലാണ്. ഈ 10 വർഷം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വികസന പ്രവർത്തനങ്ങളാണ് പറയുക. കൊച്ചിയുടെ മുക്കിലും മൂലയിലും വരുന്ന വഴിക്ക് ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരോട് നമ്മൾ കുമ്പളങ്ങിയിലൊക്കെ ഭക്ഷണം കഴിച്ച് ലഘുഭക്ഷണശാലകളിലൊക്കെ കയറുമ്പോൾ 3 കാര്യങ്ങളാണ് അവരെടുത്ത് പറഞ്ഞത്. എന്തുകൊണ്ട് KJ മാക്സി എന്ന് ചോദിച്ചപ്പോൾ കണ്ണിൽ കാണുന്ന വികസനം, ഇടതുപക്ഷ ഗവൺമെന്റിന്റെ വികസന തുടർച്ചയ്ക്ക് ഒരു വോട്ട്, അതുപോലെ തന്നെ ചേർത്ത് പിടിക്കലിന്റെ രാഷ്ട്രീയം പറയുന്ന മാക്സിക്ക് ഒരു വോട്ട് എന്ന് പറഞ്ഞിങ്ങനെ വരുന്നു. പക്ഷേ റിയാസിന്റെ ഒരു ഫെയിം ഏതെങ്കിലും തരത്തിൽ ഒരു പോരാട്ടം കൊച്ചിയിൽ ഉണ്ടാക്കുന്നുണ്ടോ 10 വർഷത്തിന് ശേഷം? ഇതൊന്നുമില്ല. അങ്ങനത്തെ ഒരു പലരൊക്കെ പറയുന്നത് ശക്തമായ ഒരു പോരാട്ടം എന്നൊക്കെ പറയുന്നത് കൊച്ചി കാണുന്നില്ല. ഇവിടെ നമുക്ക് സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ 2 ടൈം MLA ആയിരുന്ന ആളാണ്. അപ്പോൾ ഈ 2 ടൈം 10 വർഷം MLA ആയിരിക്കുമ്പോൾ നമ്മൾ ഓരോ ആവശ്യം, ഇപ്പം എൻ്റെ ഓഫീസ് എപ്പോഴും സജീവമാണ്. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയൊക്കെ ആൾക്കാരുണ്ട്, വീട്ടിലെ ആൾക്കാർ വരും. അപ്പോൾ ജനങ്ങൾ എപ്പോഴും അവരുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ സമീപിക്കാറുണ്ട്. നമുക്ക് അത് ഇടപെട്ട് കൊടുക്കാനും കഴിയുന്നുണ്ട്. അപ്പോൾ ജനങ്ങളോടൊരു ബന്ധമുണ്ട്. നമ്മൾ പരിപാടികളൊക്കെ പങ്കെടുക്കാറുണ്ട്. പിന്നെ ഫണ്ടുകളൊക്കെ നമ്മൾ നന്നായിട്ട് ഇവിടെ ഉപയോഗിക്കാറുണ്ട്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ ചെല്ലാനത്തെ കടൽ ഭിത്തി നിർമ്മിച്ച്, കിഫ്ബി ഫണ്ട് കുമ്പളെങ്കിൽ ഒരു പാലം നാഷണൽ ഹൈവേയിലേക്ക് ഒരു പാലം പണി നടന്നുകൊണ്ടിരിക്കുന്നു. 2 വിദ്യാലയങ്ങൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഇന്റർനാഷണൽ ലെവലിലേക്ക് പണിതു. ഒരു UP സ്കൂള് ഇന്റർനാഷണൽ ലെവലിലേക്ക് അത് ഒരു കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പണിതു. അപ്പം അങ്ങനെ പിന്നെ ആശുപത്രികൾ CSML ഫണ്ടും സർക്കാർ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ആശുപത്രികളുടെ നവീകരണം, അങ്ങനെ ഓരോ കാര്യം ചെയ്യാൻ പറ്റും. പിന്നെ റോഡിന്റെ പറയുമ്പോൾ ഈ വികസനത്തിന്റെ ഒരു ആഴം മനസ്സിലാക്കുന്നത് ഇല്ലിക്കൽ ആണെന്ന് തോന്നുന്നു. ഇപ്പൊ ക്ഷേത്രത്തിൽ ഒരു ഉത്സവം നടക്കുന്നത് ഇല്ലിക്കൽ എന്നല്ലേ തന്നെ? അതെ. ആ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ ബൈ റോഡുകളിലേക്ക് ഇന്ന് വാഹനങ്ങളെല്ലാം കയറി, ഞങ്ങൾ വന്ന വാഹനങ്ങളൊക്കെ കയറി. എന്ത് കൃത്യമായിട്ടുള്ള ഒരു കട്ടർ പോലും ഇല്ലാതെ, കുണ്ടും കുഴിയില്ലാതെ ഇന്ന് എല്ലാ ഉൾവഴികളിലൂടെയും ഞങ്ങൾ സഞ്ചരിക്കണം. കാരണം ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ റോഡുകളും വികസനത്തിലൊക്കെ വലിയ സംസ്ഥാനത്ത് കാണുന്ന ആ ഒരു വികസനത്തിന്റെ ഒരു എക്സ്ട്രീം ലെവല് കൊച്ചിയിലുണ്ടെന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ കുമ്പളങ്ങിയിൽ മെയിൻ റോഡ് നമ്മൾ പൊതുമരാമത്തിന്റെ ഫണ്ട് വെച്ച് ചെയ്യുന്നത്. ഉൾറോഡുകളുണ്ട്. ഉൾറോഡുകൾ MLA ഫണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹാർബർ എഞ്ചിനീയറിംഗിന്റെ ഫണ്ട്, മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് വികസന ഫണ്ടുണ്ട് അത്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റീബിൽഡ് കേരള ഫണ്ട്, ഇതൊക്കെ ഉപയോഗിച്ച് എല്ലാ റോഡും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 10 വർഷം തുടരുമ്പോഴേ നമുക്ക് ഇനിയിപ്പോ തുടർച്ചയിലേക്ക് പോകുമ്പോൾ പാതി വഴിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇനിയും പൂർത്തീകരിക്കാൻ പറ്റാത്ത അങ്ങനെ എന്തെങ്കിലും പദ്ധതികളുണ്ടോ മനസ്സിൽ? ഇപ്പം അങ്ങനെ ഏതെങ്കിലും തടസ്സമായി? നമുക്ക് അങ്ങനത്തെ ഒരു വർക്ക് അങ്ങനെ തടസ്സമായി. നമുക്ക് ആശുപത്രിയുടെ വർക്ക് പൂർത്തീകരിക്കണം. ഇവിടെ ഫണ്ട് അനുവദിച്ച് 100 കോടി അനുവദിച്ചിട്ടുണ്ട്. 50 കോടി കൊണ്ട് എൻ്റെ ബിൽഡിംഗ് പണിയണം, ബാക്കി എൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ എടുക്കണം. അത് റണ്ണിങ്ങിലാക്കണമെന്നൊരു ഇതുണ്ട്. ഒരു ഇൻഡോർ സ്റ്റേഡിയം കൊണ്ടുവരും കുട്ടികൾക്ക് കളിക്കാൻ. ഇൻഡോർ സ്റ്റേഡിയം കൊച്ചി ഭാഗത്തില്ല. സ്ഥലം നമ്മുടെ കോർപ്പറേഷൻ്റെ സ്ഥലം കിടപ്പുണ്ട്. അപ്പോൾ ഇൻഡോർ സ്റ്റേഡിയം അതൊക്കെ നമുക്ക് അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വലിയൊരു പ്രൊജക്റ്റ് ഉണ്ട്, മുഖ്യമന്ത്രിയുടെ കൂടെ അതിനകത്ത് ഇടപെടലുണ്ട്. നമ്മുടെ ഈ ഫോർട്ട് കൊച്ചി വൈപ്പിനിലേക്ക് ഒരു കടലിൻ്റെ അടിയിൽ ഒരു തുരങ്കപാത വണ്ടികൾക്ക് പോകാൻ പറ്റിയത്. അപ്പോൾ തുടങ്ങിയോ? തുടങ്ങിയിട്ടൊന്നുമില്ല. അത് നമ്മുടെ പ്രൊജക്റ്റിൽ ഉള്ളതാണ്. നെക്സ്റ്റ് 5 ഇയറിലുള്ളതാണ് അല്ല. അതായത് അതിനൊരു 2000 കോടിയൊക്കെ വേണ്ടി വരും. അങ്ങനെയൊക്കെ അതുണ്ട്. പിന്നെ നമുക്ക് പൂർത്തീകരിക്കാനുള്ളത് ഈ ആശുപത്രിയുടെ വർക്കുണ്ട്, കരിപ്ലേഷൻ്റെ വർക്കുണ്ട്, പിന്നെ ഒരു ഇൻഡോർ സ്റ്റേഡിയം പണിയണമെന്നുണ്ട് കുട്ടികൾക്ക്. ഇതൊക്കെ നമുക്ക് ഒരിക്കൽ കൂടി നമ്മൾ പോരാട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വലത് സൈബറിടങ്ങൾ മുഴുവൻ ശക്തമായ പോരാട്ടമാണ്. കൊച്ചിയിലെ ഏറ്റവും കൂടുതൽ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു നെക്ക് ടു നെക്ക് മാർജിനിലേക്ക് വരാൻ പോകുന്ന
വോട്ടെണ്ണൽ ദിവസം അവസാന മണിക്കൂറുകളിൽ സസ്പെൻസ് ത്രില്ലർ ആവാൻ പോകുന്നതൊക്കെയാണ് വലതിടങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തു ആവട്ടെ, ഈ ഷിയാസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഏതെങ്കിലും രീതിയിൽ ഇവിടെ ഒരു പ്രചരണത്തിൽ ഒരു കൊഴുപ്പ് കൂട്ടുന്നതായിട്ടെങ്കിലും തോന്നുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിൽ സഖാവിനൊരു ഫീൽ ഉണ്ടോ? അല്ല, അങ്ങനെ കൊഴുപ്പ് കഴിഞ്ഞ 2 ടൈമിലും കൊച്ചിയിൽ ഒരു സ്വീപ്പ് ഔട്ട് ആയിരുന്നു. കാരണം ഒരു തരംഗമായിരുന്നു. ഈ മൂന്നാം ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും വഴിയിൽ അതൊരു തടസ്സമായി ഒരു പോരാട്ടം ഫീൽ വിദൂരതയിലെങ്കിലും സഖാവ് കാണുന്നുണ്ടോ? അതാണ് ചോദ്യം. എനിക്കങ്ങനെ കാണുന്നില്ല. കാരണം ഞാനിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വീടുകൾ കയറുമ്പോഴും മറ്റുകളെ പോകുമ്പോഴും വളരെ ആവേശം ആൾക്കാർ കാണിക്കുന്നു. വളരെ ആവേശം. അതായത് ഇപ്പം ഇന്നലെ തന്നെ മട്ടാഞ്ചേരിയിലായിരുന്നു പ്രചരണം. അത് ഇതുവരെയില്ലാത്ത വിധത്തിൽ ജനം തടിച്ചുകൂടിയ സ്ഥലമാണ് മട്ടാഞ്ചേരി. ഇന്ന് അദ്ദേഹം പോയിന്ന് പറഞ്ഞ് ഒരാളോട് ഇറക്കിയത് ഞാൻ കണ്ടതുമില്ല. അപ്പോൾ അത് മട്ടാഞ്ചേരി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ ഒരു വേറൊരു ശ്രമം നടത്തുന്നുണ്ട്. അതും കൂടി അതൊക്കെ പൊളിഞ്ഞു പോയി. ജനം സ്വീകരിച്ചില്ല. പിന്നെ ആൾക്കാർ പിന്നെ ഈ ചില മാധ്യമങ്ങളുടെ പ്രചരണമുണ്ട് ഭരണ വിരുദ്ധ വികാരം. അങ്ങനെ സംഭവം കേൾക്കാനേ ഇല്ല. അങ്ങനെ ഒരു സംഭവം ആരും പറഞ്ഞിട്ടില്ല. അല്ല, അതൊരു സോഷ്യൽ മീഡിയ സൃഷ്ടിയായിട്ട് നമുക്ക് അത്രേ ഉള്ളൂ. കറക്റ്റാ പറഞ്ഞത്. അത് അങ്ങനെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എനിക്കങ്ങനെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. നമ്മള് തിരഞ്ഞെടുപ്പാണ്, നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. അത് നമുക്കുണ്ട്. അത് കണ്ടുകൊണ്ട് തന്നെ ശത്രുവിനെ ദുർബലനായി കാണാൻ പാടില്ല എന്നുള്ള പോളിസികളാണ് ഞാൻ. നമ്മൾ അതനുസരിച്ച് തന്നെ പോകും. ഏതൊരു ശത്രുവിനും കൊടുക്കേണ്ട ബഹുമാനം നമ്മൾ കൊടുക്കും. അത് മാത്രമല്ല, ദുർബലനായി കാണാൻ പാടില്ല. അത് ദുർബലാന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ പറ്റൂല. അതുകൊണ്ട് ശത്രുവിനെ ദുർബലനായ്മ കാണൂല, ശത്രു ശക്തനായിട്ട് നമുക്ക് കാണുള്ളൂ. അത് കണ്ടുകൊണ്ടുള്ള വർക്കാണ് ഞാൻ നടത്തുന്നത്. ഞാൻ ഈ CPM ഇടതുപക്ഷ LDF ഗവൺമെന്റുകളോടൊക്കെ അത് ചോദിക്കുന്നതിൽ കാര്യമില്ലെന്നറിയാം. എങ്കിലും ഇന്ന് ജനങ്ങളൊക്കെ ആയിട്ട് ഇടപഴകിയപ്പോൾ മാക്സി തുടരണം എന്ന് പറയുന്ന കൂട്ടത്തിൽ കൊച്ചിക്കൊരു മന്ത്രി ഇടതുപക്ഷ ഗവൺമെന്റ് തുടർന്നാൽ എന്നൊക്കെ പറയുന്നുണ്ട്. LDFന്റെ ഒരു സംവിധാനം വെച്ച് ഒരിക്കലും താങ്കൾ അതിന് ആൻസർ പറയില്ലെന്ന് പറയാം. ജനങ്ങൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ലല്ലോ അല്ലെ? അത് ഒരിക്കലും അങ്ങനെ, അത് തെറ്റ് തന്നെയാണത്. CPM സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒന്നും നമ്മള് അതിന്റെ അവസ്ഥക്ക് അത് നമ്മളെ ഒരിക്കലും അങ്ങനെ അല്ല. അതൊക്കെ പാർട്ടി പിന്നീട് തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു സാധ്യം അതിനകത്തില്ല. മന്ത്രിയാനുള്ള ഒരു സാധ്യതയില്ല. ആ ചർച്ച ജനങ്ങൾക്ക് തന്നെ വിട്ടുകൊടുക്കാം, നമ്മൾ എടുക്കേണ്ട ഇല്ല. അങ്ങനെ ചർച്ച ചെയ്യുന്നത് ജനം നിരുത്സാഹപ്പെടുന്നു പറയും. പിന്നെ ഇലക്ഷൻ ആയതുകൊണ്ട് ആൾക്കാർ പറയുമ്പോൾ പിന്നെ ആ സമയത്തൊന്നും പറയുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വ്യക്തികളോട് പറയുമ്പോൾ ഞാൻ നിരുത്സാഹപ്പെടുന്നത് അതിന്റെ ആവശ്യമേയിരുന്നു. ചില മണ്ഡലങ്ങളിലൊക്കെ കോൺഫിഡൻസോട് കൂടി ഭൂരിപക്ഷം പറയുന്ന രീതിയിലേക്കൊക്കെ വരുന്നുണ്ട്. കൊച്ചിയിൽ സഖാവ് അങ്ങനെ മുതിരുന്നുണ്ടോ? ഒരു ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ കുറച്ച് മുകളിൽ പോകുന്നതിന്റെ. ഓക്കെ, വളരെ സന്തോഷം.